എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലെ കുറച്ച് കാഴ്ചകളും കാണാം. നമ്മുടെ കുടുംബ ഫോട്ടോ, മോൻ്റെ കല്യാണത്തിൻ്റെ അന്നേരം എടുത്ത ഫോട്ടോ ഇത്. നമ്മളെ വീട് ഒന്നും ഞാൻ ഇതുവരെ കാണിച്ചു തന്നിട്ടില്ലല്ലോ. ഒന്നും കാണിച്ചു തരാനാവില്ല. എല്ലാം ആകെ അലങ്കോലാണ്. ഒന്നും വൃത്തിയാക്കാനൊന്നും ആളില്ലല്ലോ. ഇപ്പോൾ ഞാനിങ്ങനെ ഈ ഹാള് മാത്രമേ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ. പിന്നീട് ഒരിക്കലും ആയിട്ടാകുമ്പോൾ കാണിച്ചു തരാം. ഹാള് മാത്രം ഒന്ന് കാണാൻ. ഇത് നമ്മളെ ഹാളാണ്. ഇതാണ് നമ്മളെ വീട്. മേലെല്ലാം ഇങ്ങനെ ഉണ്ടത്രയല്ല, നല്ല വൃത്തി ആക്കിയിട്ടൊന്നുമില്ല. മേലെ ഒരു ബെഡ്റൂമും ഒരു ഹാളും ഒരു സിറ്റ് ഔട്ടും അങ്ങനെയെല്ലാം മേലെയുണ്ട്. ഒന്നും അങ്ങോട്ട് കയറലുമില്ല, എനിക്കോട്ട് കയറാനും ആവില്ല. സ്റ്റെപ്പൊന്നും എല്ലാം കൂടെ ഇങ്ങനെ സൗകര്യമുണ്ട്. എന്നാലും ഒന്നും വൃത്തിയാക്കിയിട്ടില്ല. ഒന്നും വൃത്തിയാക്കണം അത്രയെല്ലാം. അല്ലാതെ മോൻ്റെ ഷട്ടിൽ കളിയിൽ ഇതെല്ലാം എടുത്താലെന്നെ ചീത്ത പറയും. ഞാൻ കാണാണ്ട് അടുത്തിൽ കൊണ്ടുപോയിട്ട് ആക്കലെല്ലാം ഉണ്ടാവും കുറച്ചെല്ലാം. ഇത് കാണാൻ പോക്കും എപ്പോഴും. ഞാനെന്നാലും എടുത്ത് കൊണ്ടുപോയിട്ട് മുറിച്ച് കഷ്ണാക്കിയിട്ട് ഈ പൂ സെറ്റ് ചെയ്യാൻ എന്താണെന്ന് എടുക്കൽ. ഒന്നും എടുക്കുന്ന ഇഷ്ടമല്ല. അവിടെ എല്ലാം സൂക്ഷിച്ച് വെക്കും ഇങ്ങനെ. ഇതെൻ്റെ രണ്ടാമത്തെ മോള്. മൂത്ത മോള് അവളിപ്പം +2 പഠിക്കലായി. ഇവള് നമ്മളെ കുടുംബ ഫോട്ടോ ഒന്നും അങ്ങനെ ഞങ്ങൾ എടുക്കലല്ലോ. പറ്റില്ല, ഇങ്ങനെ മൊബൈലിൽ എടുക്കുന്നതല്ലാണ്ട് ഇത് ശരിക്കും എടുത്ത ഫോട്ടോ ആണിത്. ഏട്ടന് സുഖമില്ലാണ്ടായ പിന്നെ എടുത്തതായത്. ഒരു റൂം കൂടിയുണ്ട്. ഇതൊരു ബെഡ്റൂമാണ്. പിന്നെ ഇപ്പുറം ഒരു ബെഡ്റൂമുണ്ട്. അടുക്കള അപ്പുറം, അങ്ങോട്ട് അടുക്കള. ഇത്രയാണ് നമ്മുടെ. പുറത്ത് അറിയാൻ പോലെ നീളത്തിലുണ്ടതാ. എൻ്റെ കറ്റലുണ്ട് അത്ര ഇടാ. അതിനെക്കൊണ്ടെന്തെല്ലാം ആക്കുന്നുണ്ട് ഞാൻ. ആക്കിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. നീളത്തിലുണ്ട് ഇവിടെ. അങ്ങനെ അറിയാമല്ലോ. ഇതൊന്നും ആക്കിയിട്ടൊന്നുമില്ല ഇതുവരെ. പെയിൻറ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ പോളിഷ് ഇടുകയോ ഒന്നും ചെയ്തിട്ടില്ല. 12 കൊല്ലമായി. ഇങ്ങനെ ആയതന്നെ ഒരു അത്ഭുതമാണ്. വീട് ഒന്നുമില്ലാതെ നമുക്കിങ്ങനെ ഒരു വീടാവൽ പറഞ്ഞു നമ്മൾ അധ്വാനിച്ചതിനെ കൊണ്ട് ഇങ്ങനെ ഒരു വീടാവൽ പറയുമ്പോൾ അതൊരു ഇതെല്ലാം നമ്മൾ വിചാരിക്കാത്തതാണ്. പിന്നെ ഒന്നും നമുക്ക് ചെയ്യാനും പറ്റിയില്ല. എന്നാലും ചെയ്യുമ്പം കുറച്ച് വൃത്തിയിലാക്കി പിന്നെ നമുക്ക് പണിയെടുത്തുവിടാം. നല്ലൊരു പോർച്ചുണ്ട്. നല്ല വൃത്തിയിൽ തന്നെ ആക്കിയല്ലോ. ഉണ്ടല്ലേ. ആകെ പൊടി പിടിച്ച് ഒന്ന് അടിക്കാൻ വരെ ഒരാളില്ലല്ലോ. ഞാനില്ലെങ്കിൽ ഞാനാണെങ്കിൽ രാവിലെ എണീച്ചെല്ലാം ചെയ്യും. ഇപ്പോൾ പിന്നെ ഒന്നും ചെയ്യാതെ കുറേ കാലമായില്ല. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് നേരം പൊടിയും പാറിക്കൂടെ. ശ്വാസം മുട്ടല്ല. വർത്താനം പറയുമ്പോൾ തന്നെ ആവില്ല. എനിക്ക് നടന്നുകൊണ്ട് എപ്പോഴും കേൾക്കുന്നില്ല എൻ്റെ വർത്താനമല്ല. നല്ലോണമായതാണ്. പിന്നെ ഇങ്ങനെ ഗുളികയെല്ലാം വലിച്ചുകൊണ്ടെല്ലാം നിൽക്കും. എന്നാലും ഞാനെൻ്റെ പണിയെല്ലാം എടുക്കും. പണ്ട് മുതലേ ഇല്ല എന്നൊരു അലർജി പോലെ ഇങ്ങനെ പൊടി പാറിയിട്ട്. പൊടിയിലെ പണിയിൽ ഞാൻ എടുക്കുന്നുമില്ലോ. എന്തായാലും അതും പറഞ്ഞാൽ നിൽക്കുകയൊന്നും ചെയ്യില്ല. രോഗമെല്ലാം അങ്ങനെ കൂടെ പോലെ തന്നെ. നമുക്ക് ഞാനിന്ന് രാവിലെ തന്നെ കുറച്ച്
കാണാനാവുന്നില്ല. എനിക്ക് പൊടി പാറിയിട്ട് അല്ലാണ്ട് അതിൻ്റെ ഇടയിലൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ഇടത് കൈ കൊണ്ട് തന്നെ വലത് കൈ കൊണ്ടൊന്ന് ആഴ്ച ഫിസിയോതെറാപ്പിയൊന്നും ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ പോകണം. എന്നിട്ട് മാസം ഒന്ന് കഴുകിയിട്ട് ഞാൻ കാത്തു നിൽക്കാനൊന്നും എപ്പം പണിക്കാറിലാക്കിയാൽ അതിനുള്ളൊരു കണക്കില്ലേ, നമുക്ക് ചെയ്യുന്നതിനുള്ളൊരു കണക്കില്ലേ, ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടതല്ലേ. ഇതിലൊന്നും പൊടി പാറില്ല. കുറച്ച് വെള്ളമെല്ലാം അടിച്ചു കൊടുത്തിട്ടേ ഒന്ന് കഴുകി വൃത്തിയാക്കിയാൽ. മറ്റേ ഇതൊന്നും നമ്മൾ ഇൻ്റർലോക്കോ അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. അതിനൊന്നും നമുക്കിതൊന്നും ആയിട്ടൊന്നുമില്ല. വീടെല്ലാം കെട്ടി തന്നെ വലിയൊരു ചിരട്ടാണ്. ഞാനെല്ലാം കുറച്ച് ദിവസമായിട്ട് ഞാൻ പറയുന്നുണ്ടല്ലോ, വലിയ വലിയ ചരിത്രമാണല്ലോ. വീട് കെട്ടി തറ കെട്ടിയിട്ട് ആകുമ്പോൾ തറ കെട്ടി വെച്ച് 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട് കെട്ടുന്നത് തന്നെ. അപ്പോൾ മോൻ പറഞ്ഞോ, ഒരാൾ കണ്ടം കൊടുക്കുന്നുണ്ട്. അപ്പോൾ മോൻ പറഞ്ഞു, അമ്മേ നമുക്ക് വീട് പിന്നെയും കേട്ടാ, നമുക്ക് കണ്ടം എടുക്കാമല്ലേ. അപ്പോൾ ഞാനിങ്ങനെ പണിക്കെല്ലാം പോയിട്ട് കൊണ്ടുവന്നിട്ട് ഇവന് കുത്തിയരി ഭയങ്കര ഇഷ്ടമാണ്, നെല്ല് കുത്തിയരി. ഇപ്പോൾ ക്ഷാമില്ലാണ്ട് ഞാൻ പണിക്ക് പോയിട്ട് കൊണ്ടുവരുന്നുണ്ടല്ലോ, ഇഷ്ടംപോലെ കൊണ്ടുവരും. അങ്ങനെ പൂങ്ങി കുത്തി അരി തന്നെ തിന്ന ശീലമല്ലേ. അങ്ങനെ നമുക്ക് കൃഷി നമ്മുടെ അടുത്തല്ലേ, നമുക്ക് കൃഷി എടുക്കാമേ, വീട് നല്ല കേട്ടാ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ എടുത്തത്. വീടിനടുത്ത് തന്നെ ആയതുകൊണ്ട് അങ്ങനെ എടുത്താണ്. അത് കഴിഞ്ഞ് പിന്നെ 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ വീട് പൂർത്തിയായത്. ഒന്നുമില്ലാത്ത നമുക്ക് ഈ വീടെല്ലാം കെട്ടലെന്ന് പറയുമ്പോൾ വേഗമാവുന്നതല്ല. നമ്മളീ പലഹാരപ്പണിയെല്ലാം എടുത്തതുകൊണ്ട് മോനെ ഒന്നിനാക്കൂല. പെൺമക്കൾ 2 കല്യാണം കഴിഞ്ഞ് പോയില്ലേ, അവർക്കും അങ്ങനെ അന്നേരം ആ സമയത്തൊന്നും നമുക്കൊന്നും ചെയ്യേണ്ടതൊന്നും അവർക്കില്ല. നമ്മളുണ്ടായാലും നമ്മനെ ചെയ്യണ്ടല്ലോ. അങ്ങനെ നമ്മുടെ കടമെല്ലാം നമുക്കായിട്ടില്ല കടമൊന്നുമല്ല, നമുക്കെല്ലാം വേറെ പറ്റിപ്പോയ കടമാണ്. നമുക്ക് വേണ്ടിയില്ല അതല്ലാത്ത. എന്നാലും ആരോടൊന്നും പറയാതെ കടമെല്ലാം തീർത്തു. ഒരുപാട് കഷ്ടപ്പാടാണെങ്കിലും നമുക്ക് അഭിമാനമല്ലേ. ആരോടൊന്നും പറയാണ്ട് നമ്മളത് തീർത്തതിൽ നമുക്കൊരു അഭിമാനം തന്നെയല്ലേ. എന്നിങ്ങനെ ആയാലും ആർക്കൊന്നും പറയാനും കഴിയില്ല. കടമുണ്ടെന്നില്ല ആർക്കും ബാങ്ക് കടമല്ലാണ്ട് മറ്റ് ഒരു കടം നമുക്കുണ്ടായിട്ടില്ല. ആരോടും നമ്മൾ വാങ്ങിയിട്ടുമില്ല. അങ്ങനെ നമ്മൾ എല്ലാം തീർത്ത് വന്നതാണ്. പോയി വീട് പണി, മോൻ്റെ കല്യാണം, വീട് പണി കഴിഞ്ഞിട്ടൊന്നുമില്ല. അന്നേരം ടൈൽസൊന്നും വെച്ചിട്ടൊന്നുമില്ല. ടൈൽസ് ഇവിടെ വെക്കാൻ മാത്രം എൻ്റെ മോനിങ്ങനെ സ്വരുക്കൂട്ടി വെക്ക് ഭണ്ണാരത്തിലെല്ലാം ഇങ്ങനെ ഇട്ടുന്ന ഓരോന്ന് വെച്ചിട്ട് ഈനിതായി വിറയത്തിന് ടൈൽസ് വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മോനെടുത്തിട്ട് ബാംഗ്ലൂർ പോയിട്ട് 1 ലക്ഷം ഉറുപ്പ്യ ആക്കിയിട്ട് ബാംഗ്ലൂർ പോയി. അതെല്ലാം പാവം ഒന്നും അറിയില്ലല്ലോ, കീശയിൽ പൈസയും വെച്ചിട്ട് പോയി. എന്നുള്ള പാങ്ങിലെല്ലാം കൊള്ളക്കാർ അടിച്ചു മാറ്റി. പാവം കരഞ്ഞ് നമുക്കെല്ലാവരും ഷോക്ക് തന്നെ ആയത്. ഇത്രയും സ്വരുക്കൂട്ടി വെച്ച് ഒരു പൈസ പോലും എൻ്റെ മോൻ കളയോ ചായ കുടിക്കോ ഒന്നും വേണ്ടാത്തൊരു ഇതും ചെയ്യില്ല. അത് താങ്ങാൻ പറ്റാത്തൊരിതായിപ്പോയി. പിന്നെ അതവിടെ നിന്നു. പിന്നെ അത് എങ്ങനെ നമ്മൾ കൂടി ടൈൽസൊന്നും വെക്കാണ്ട് കല്യാണത്തിനൊന്നും ടൈൽസൊന്നും വെച്ചിട്ടാ. പിന്നെ ഓരോന്ന് കിട്ടുമ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്തത്. ഇപ്പം മേലെയും ടൈൽസ് ഇട്ടു, ഇവിടെയും ടൈൽസെല്ലാം ആക്കി. പെയിൻറ്റിങ്ങോ കാര്യമൊന്നും ആക്കിയിട്ടില്ല. അതിനിപ്പം ആക്കണം എന്നെല്ലാം പറഞ്ഞു തന്നു. നമ്മൾ വിചാരിച്ച കണക്ക് ആവില്ലല്ലോ, പെട്ടെന്ന് നമുക്കെല്ലാം ആവില്ലല്ലോ. ഇവിടെയെല്ലാം വണ്ടിയെല്ലാം വന്നിട്ട് ഇതെല്ലാം പോയി. ഇതിന് ആദ്യം ഒന്ന് സിമെൻറ്റെല്ലാം ഇടണം. ഈ വീട് പൊളിക്കുമ്പോൾ JCB ഇതെല്ലാം വന്നിട്ട് ഇതിലെ കൂടെയാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ഉറപ്പിലൊന്നും ആക്കിയതല്ല, അന്നിങ്ങനെ ആക്കിയതൊന്നും ഇല്ല. ഈ വീടാണ് വീട് ഉണ്ടായത്. ഇപ്പം അത്രയായിട്ട് പൊളിച്ചിട്ടേ, കുറച്ചായിട്ട് 1 കൊല്ലമൊന്നായിട്ട് അത് പൊളിച്ചിട്ട് ഇവിടെ തന്നെയാണ് നമ്മളെ വീട്. അത് ഇതിലെ വണ്ടി വന്നെല്ലാം പൊട്ടിപ്പോയി. ഇതെല്ലാം ഞാനിന്ന് കുറച്ച് മണങ്ങാനും ആവില്ല, അങ്ങനെയെല്ലാം തന്നെ. ഇത് എത്ര പോലെ ഞാൻ വൃത്തിയാക്കിയിട്ടെല്ലാം കൂടെ ഞാൻ കുറച്ചായിട്ട് വൃത്തിയാക്കാം. ആരും പിന്നെ കാത്തു നിൽക്കാനൊന്നും ഇല്ലല്ലോ. പൊടി പാറുന്നതിനേക്കാളേ ഇപ്പം വെയിലും മറ്റും നല്ലോണം പൊടി പാറയല്ലേ ഇതിലേ. അതൊന്ന് വെള്ളം പാറ്റി കൊടുത്താലേ അതൊന്ന് വൃത്തിയാക്കാം. കുറച്ചായിട്ട് വൃത്തിയാക്കാം എല്ലാം. ആരുണ്ടാവില്ല. പകലൊന്നും മക്കളെല്ലാം പോയാൽ പിന്നെ നമ്മളെ കറ്റൊക്കെ എങ്ങനെയുണ്ട് ഇന്ന് ഞാൻ എന്താക്കുമെന്നറിയാം. കതിര് നല്ല വൃത്തിയിലെടുത്ത് അതിനോണ്ട് നമുക്ക് എന്തെങ്കിലും ആക്കാൻ പറ്റിയെങ്കിലേ അത് കതിരാക്കല്ലേ മടഞ്ഞിട്ടെല്ലാം കൂടെ അതാക്കാനാണ്. ഒന്ന് കിട്ടിയതൊന്നും കളയില്ല. എന്തെങ്കിലും മനസ്സ് കാണുമെന്നേരം ഒരു സാധനം കളയില്ല. അങ്ങനെ അത് മടഞ്ഞിട്ട് ഞാനിവിടെ കുറച്ച് മടഞ്ഞ് വെച്ചിട്ടുണ്ട്.
പറ്റുമ്പോൾ എല്ലാം ആക്കി ഇത് മടഞ്ഞ് തന്നേണ്ട കുറേ മടഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒന്നും അറിയുകയും ചെയ്യില്ല, ഇതുവരെ ആക്കിയിട്ടൊന്നുമില്ല. എൻ്റെ ഒരു ഇളയമ്മയുണ്ട്, അതിലൊരു ഇളയമ്മ ഇങ്ങനത്തെ എല്ലാം ആക്കും. അന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് ഇങ്ങനത്തെ ഒന്ന് ആക്കണമെന്ന്. പക്ഷേ ഇപ്പം യൂട്യൂബിൽ നോക്കാനുണ്ടല്ലോ, ഞാൻ നോക്കിയിട്ട് ഇതാക്കാം. ഇത്രയും നിങ്ങൾക്ക് കുറച്ചായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളെ വിശേഷമെല്ലാം ഇങ്ങനെയെല്ലാമാണ്. ഇതെല്ലാം ഒരു അഭിമാനം തന്നെയല്ലേ, ഇത് കാണുന്നവർക്കും കൂടെ ഒരു ഇതാവട്ടെ. ഒന്നുമില്ലാത്ത ഇങ്ങനത്തെ എല്ലാം നമുക്ക് മനസ്സുണ്ടെങ്കിലേ എല്ലാം നമുക്ക് ആർഭാടമൊന്നും ഇല്ലാണ്ട് നമുക്ക് ലളിതമായ ജീവിതമാണ്. നമുക്ക് ഇല്ലതിനെ കൊണ്ട് ഇല്ല പോലെ ജീവിക്കുന്നവരാണ് നമ്മൾ. ഇപ്പോഴും അങ്ങനെ തന്നെ ഒരുപാട് കൈമ കിട്ടുമ്പോൾ അതുപോലെ ചിലവാക്കാതെ നമുക്ക് വളരെ ചുരുങ്ങി ജീവിച്ച് നമുക്കാവും പോലെ ജീവിക്കുക. മെച്ചം വെച്ച് നമുക്കിങ്ങനെ എല്ലാം ഓരോന്നും നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നുമില്ലാത്ത നമ്മൾ വെറും വട്ടപൂജ്യത്തിൽ നിന്നാണ് നമ്മൾ ഈ വീടെല്ലാം കെട്ടി ഉണ്ടാക്കിയത്. കണ്ടില്ല, ഇത്ര നല്ല വീട് നമ്മൾ കിട്ടുന്ന ഒരിക്കലും ഞാനിപ്പോൾ ആശിക്കലാണ്. ഒരു ചോരാത്ത വീട്ടിൽ എനിക്ക് നിൽക്കണമായിരുന്നു. നമ്മ അവിടെ കെട്ടിയ വീട് നല്ല വീടാണ്, ഒരു 6 മുറിയിലെ നല്ല വീടാണ് നമ്മ കെട്ടിയത്. പക്ഷേ അടുക്കള എന്തോ നമുക്ക് പറ്റിയിട്ടില്ല. അടുക്കളയിൽ എന്നാൽ ചെരിച്ച് ഓട് വെച്ചതുകൊണ്ടായിട്ടാണെങ്കിൽ അവിടെ എപ്പോഴും ചോരും. അടുക്കളയിലല്ലേ നമ്മൾ പെണ്ണുങ്ങൾ നിൽക്കൂ. എപ്പോഴും എനിക്ക് ശ്വാസം മുട്ടുമല്ലേ, തലയിൽ തന്നെ വെള്ളം പോകും അടുപ്പിൻ്റെ അടുത്തുനിന്ന്. അങ്ങനെ ഞാൻ വിചാരിക്കും എനിക്കൊരു വിധിയില്ലല്ലോ അപ്പോൾ ഒരു നല്ല വീട്ടിൽ നിൽക്കാൻ. ഇപ്പം നമ്മൾ സ്വർഗത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു വീടും ഇതൊന്നും നമ്മൾ ഒരിക്കലും വിചാരിച്ചതല്ല. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉണ്ട്. മൊത്തം ഞാനൊരു സിനി അത്രയേ ഇല്ലു കാണാൻ. ഒരു അടുക്കള മാത്രമേ ഇല്ലു, മേലെയെല്ലാം ഇപ്പോൾ വൃത്തിയാക്കുന്നുണ്ട്. അവരെല്ലാം വൃത്തിയാക്കിയിട്ടാകുമ്പോൾ നമുക്ക് കാണാം. മറ്റൊന്നും കാണാനൊന്നും ഇവിടെ അങ്ങനത്തെ ഫർണിച്ചറോ കാര്യമോ അങ്ങനെ ഒന്നുമില്ല. എല്ലാം മെല്ലെ ആക്കാം. നമുക്ക് ഇങ്ങനെ ആയില്ലേ, ഒന്നുമില്ലാതെ എടുക്കുന്ന നമ്മൾ ഇത്രയെങ്കിലും ആയില്ലേ, നല്ലൊരു വീട്ടിൽ നിൽക്കാനായില്ലേ നമുക്ക്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാട്ടെ.